ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇപ്പോൾ കൊല്ലത്ത് ആശ്രാമത്ത് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ അമ്മയും ചേട്ടനും കൂടി പോകണ ഒരു കുഞ്ഞു വ്ളോഗാട്ടത്. അപ്പം കൊല്ലം ആശ്രാമത്താണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇതാണ് അമ്മയും ചേട്ടനും. അവർ രണ്ടുപേരുണ്ടെങ്കിൽ അവരാണ് സെറ്റ്. ഞാൻ പിന്നെ അതിനകത്ത് ഔട്ടാട്ടാം. അവർ രണ്ടുപേരും നടന്നു പോകും. അതിന് ചേട്ടൻ ടിക്കറ്റൊക്കെ മേടിച്ചോണ്ട് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് കുറേ കിളികളെയാണ്. പല നിറത്തിലുള്ള പലതരത്തിലുള്ള കിളികളെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. പിന്നെ ഇരുവശങ്ങളിലും നമുക്ക് ഇരിപ്പിടമായിട്ട് 2 വാഹനങ്ങൾ അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വാഹനത്തിൽ കയറി ഇരുന്നു, കുറേ ഫോട്ടോയൊക്കെ എടുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് അവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. വെള്ളച്ചാട്ടം കാണുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പം ഇതുപോലെ ഇങ്ങനെ റോബോട്ടുകളുടെ ഓരോന്നാണ് അവർ കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഈ ഉണ്ണി മാത്രം അവിടെ റോബോട്ടിട്ട് കളിക്കുന്നുണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ ഉണ്ണികൾക്കും ഭയങ്കര പേടി റോബോട്ട് അടുത്തേക്ക് വരുമ്പം. പിന്നെ ഇങ്ങനെ കുറേ റോബോട്ടുകൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പം ഇതുപോലെ ഒരു ചേട്ടൻ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് കൊച്ചുകുട്ടികളെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പം ഇതുപോലെ ഒരു കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് കുറേ വെള്ളം വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങോട്ട് കയറി ചെല്ലുമ്പം പിന്നെ നമ്മൾ കാണുന്നത് ഈ മത്സ്യകന്യക കേട്ടോ. അപ്പം ഈ മത്സ്യകന്യക എനിക്ക് വേണ്ടി പൂവൊക്കെ ഇങ്ങനെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഐ എം സ്പെഷ്യൽ ടു ഹെർ. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെറൈറ്റി ഓഫ് മീനുകളെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കണ്ടത് അരാപ്പായ്മേനാണ്. ആദ്യമായിട്ട് ഞാൻ ഇത്രയും വലിയ അരാപ്പായ്മേനെ ഞാൻ കാണുന്നത് കേട്ടോ. ഞാൻ കുറേ കുഞ്ഞതും വലുതായിട്ട് കുറേ മീനുകളുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും വീട് ഞാൻ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഈ ഒരു മീനാണ്. നല്ല രസമായിട്ടായി മീനിനെ കാണാനുണ്ടായിരുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ ഓരോ മീനുകളെയും ഓരോ കാഴ്ചകളെയും ഇങ്ങനെ നോക്കി ഞാൻ നടക്കായിരുന്നു കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് എൻ്റെ അമ്മ. അപ്പുറത്ത് ചേട്ടനുണ്ട്. പിന്നെ ഞാൻ അലിഗേറ്ററാണ് കേട്ടോ. ആദ്യമായിട്ടാണ് പിന്നെ അലിഗേറ്റർ ഞാൻ കാണണത്. പിന്നെ സ്റ്റാർ ഫിഷ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് മീൻസ് ഗ്ലാസിൻ്റെ അകത്താണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് കയ്യിൽ നിന്ന് വെറുതെ വെച്ച്. പിന്നെ ഈ ഒരു സംഭവം ആദ്യം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിൻ്റെ അകത്ത് പൂച്ചേനെ ഇട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് സംഭവം മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം തന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നമ്മളിതുപോലത്തെ ഓരോ വെറൈറ്റി ഓഫ് പെൻസിൽ അതുപോലത്തെ ഈ ഒരു സംഭവം ഞാൻ ഒരെണ്ണം എടുക്കാൻ നോക്കി. അപ്പം ഈ ഒരു പേനയ്ക്കാന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു പേനയ്ക്ക് 50 രൂപ അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല, അത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ ഈ ഒരു മാല കുറേ സ്ഥലത്ത് ഞാൻ ഈ മാല കാണണം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനത് മേടിച്ചു. പിന്നെ എന്ന് പറയുമ്പം അവിടെ ഒരു പൈത്തൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നതാണ് അടുത്തായിട്ട് കാണാൻ പോകുന്നത്. എനിക്കെന്ന് പറയുമ്പം എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പാമ്പിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്ന്. എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര പേടി ആൻഡ് വിറയൽ ആയിരുന്നു. എൻ്റെ ചേട്ടനും എൻ്റെ അമ്മയ്ക്കും അവർക്ക് രണ്ടുപേർക്കും പേടിയായിരുന്നു. ഞാനിങ്ങനെ പാമ്പിനെ കയ്യിലെടുത്തപ്പം പാമ്പിനെ തൊട്ടതിനുള്ള സന്തോഷമാണ് എൻ്റെ മുഖത്തിൽ കാണുന്നത്. പിന്നെ എൻ്റെ കഴുത്തിലിട്ട് തന്നു ആ ചേട്ടൻ ഈ പാമ്പിനെ. അപ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. അപ്പോഴും എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ അമ്മയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആ സമയത്ത് കാണണമായിരുന്നു. സൂപ്പറായിരുന്നു. ഞാൻ പിന്നെ ആ പാമ്പിനെ തൊട്ട് തലോടി ആ പാമ്പിനെ തിരിച്ചു കൊടുത്തോട്ടെ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വിശപ്പായപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബജ്ജിയും പിന്നെന്താ കോളിഫ്ലവർ ഫ്രൈയും വേണമെന്ന്. അപ്പോൾ എനിക്ക് അത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചത് കോളിഫ്ലവറാണ്. അപ്പോൾ എനിക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ബജ്ജി കഴിച്ചപ്പോൾ എനിക്ക് ബജ്ജി അത്ര എരിവില്ല. പിന്നെ അതിൻ്റെ ചമ്മന്തി അത്ര എയിമില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരും അവിടെ പറഞ്ഞ ഓരോ ആൾക്കാരും ഇങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ ഇടയിലും എനിക്കവിടെ ഞാൻ പാനിപ്പൂരിയുടെ ഇത് കാണാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാനിപ്പൂരി വേണമെന്നായിരുന്നു അടുത്ത ആഗ്രഹം. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു പാനിപ്പൂരി മേടിക്കാൻ. അപ്പോൾ ചേട്ടൻ എനിക്ക് അടുത്ത പാനിപ്പൂരി മേടിച്ച് തന്നു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ പാനിപ്പൂരി കഴിച്ചിട്ട് പാനിപ്പൂരി കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മസാലപ്പൂരി വേണമെന്നായി അടുത്ത ആഗ്രഹം. അപ്പോഴേക്ക് മസാലപ്പൂരിയും എനിക്ക് അതിൻ്റെ കൂടെ തന്നെ മേടിച്ച് തന്നു. അതെനിക്ക് മസാലപ്പൂരി ഞാൻ ആദ്യമായിട്ട് സംഭവം കഴിച്ചത്. പാനിപ്പൂരിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് എനിക്ക് ചേട്ടൻ കരിമ്പ് ജ്യൂസും മേടിച്ച് തന്നു കേട്ടോ. പിന്നെ ഞാൻ അതും കഴിച്ച് അതും കുടിച്ച് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ അവിടെ ഇരുന്ന് സംസാരിച്ചു, കണ്ടതിൻ്റെ ഓരോ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാറായിട്ടാണ്. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇതാണ് ഗായ്സ് എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ. നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പോകുക. Okay, bye.